ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ ചകിരി ഉണ്ടല്ലോ, അതുകൊണ്ട് സിമ്പിളായിട്ടുണ്ടാക്കിയ ഒരു ഹാങ്ങിങ് പോട്ടിൻ്റെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഈ ഒരു ചകിരിയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങയൊക്കെ പൊളിക്കുമ്പോൾ കിട്ടുന്നതാണിത്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ ഇതിന് വേണ്ടി ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ചകിരി ഉണ്ടല്ലോ, ഇതിങ്ങനെ അടർത്തി ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇതുപോലെ വെക്കുക. എന്നിട്ട് ആ കുപ്പി ഇങ്ങനെ പുറത്തേക്ക് പോരാത്ത വിധത്തിൽ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ല രീതിയിൽ അവിടെ അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ കൊണ്ട് മൊത്തമായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ദാ ടാപ്പ് കൊണ്ട് ചുറ്റിയപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയും ഈ ഒരു കുപ്പി നമുക്ക് ഇത്രയും ആവശ്യമില്ല. അപ്പോൾ ആ ചകിരിയുടെ അളവിനനുസരിച്ച് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദാ ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരളവിന് തന്നെയാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ അത് വെച്ച് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഇതുപോലെയുള്ളൊരു കുറച്ച് ചൂടിക്കയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ചൂടിക്കയറ് കൊണ്ട് ചകിരി മൊത്തമായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കയറ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ കയറൊക്കെ ചുറ്റി വരുമ്പോൾ ചകിരി ഒന്നുകൂടി ടൈറ്റ് ആകും. പിന്നെ ബോട്ടിൽ വെക്കാൻ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ വേണം കയറ് ചുറ്റിയെടുക്കാൻ. അപ്പോൾ ഞാൻ കയറ് ചുറ്റിയെടുക്കുന്നത് ഹോട്ട് ഗ്ലൂ തന്നെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ദാ ആ ഒരു കയറ് ഇവിടം വരെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഹാങ്ങിങ് പോട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ഇത്രക്ക് അളവിലുള്ളൊരു കയർ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ഹാങ്ങിങ് പോലെ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ അത്. ഇപ്പോൾ ദാ ഇതുപോലെയാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഒരു ഹാങ്ങിങ് പോട്ട് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി ചെയ്യേണ്ടത് ഇത് മൊത്തമായിട്ട് കയറ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഹാങ്ങിങ്ങിന് വേണ്ടി നമ്മൾ സ്റ്റിക്ക് ചെയ്ത കയറിൻ്റെ മേലെ കൂടെ ബാക്കിയുള്ള കയറ് സ്റ്റിക്ക് ചെയ്യുന്നത് കൊണ്ടൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ ആ കയറ് നല്ല രീതിയിൽ അവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തോളും. അപ്പോൾ എന്തായാലും നമുക്കിത് മൊത്തമായിട്ട് കയറ് ചുറ്റിയിട്ട് വരാം. ഇപ്പോൾ ദാ ഇത് മൊത്തമായിട്ട് കയറൊക്കെ ചുറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ദാ നാരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ദാ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. പുറമേ നിന്ന് നോക്കിയാൽ ഒരു ചകിരിയാണെന്ന് ഇതൊരിക്കലും തോന്നില്ല കേട്ടോ. അടിപൊളി ഹാങ്ങിങ് പോട്ടായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാംബുവിൻ്റെ ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുക്കുന്നത്. ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഹാങ് ചെയ്ത് കിടന്നോളും. അതും ഒരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇപ്പോൾ അതാ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനിത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഒരു ചിലവും ഇല്ല. വീട്ടിൽ കിടന്നിരുന്ന വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ ഇതിലും ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.